ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത ഒരു ഡാർക്ക് കോമഡി സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമയാണ് ലവ്. മലയാളത്തിൽ ഇതുവരെ അങ്ങനെ പരീക്ഷിച്ച് കണ്ടിട്ടില്ലാത്ത ഒരു മേക്കിംഗ് സ്റ്റൈലും തീമും തന്നെയാണ് സിനിമയുടെ പ്രത്യേകത. സിനിമയുടെ അനാലിസിസ് ആയതുകൊണ്ട് വീഡിയോയിൽ സ്പോയിലർ ഉണ്ടായിരിക്കും. ദമ്പതികൾക്കുള്ളിലെ കോൺഫ്ലിക്റ്റും അകൽച്ചയും സംഘട്ടനവും കയ്യേറ്റവും പുറമോടിയായി കാണിക്കുന്ന സന്തോഷ ദാമ്പത്യ ചിത്രങ്ങളിലൂടെ മറയ്ക്കാൻ ശ്രമിക്കുന്ന രീതിയെ ഒന്ന് കളിയാക്കാനാണ് ഈ ചിത്രത്തിന് ലവ് എന്ന് പേരിട്ടതെങ്കിൽ ആ പേരിൽ ചെറിയൊരു ബ്രില്യൻസ് ഇല്ലാതില്ല. നായകൻ തന്റെ വീട്ടിലെ വാതിലിൽ പിടിപ്പിച്ച ലെൻസിലൂടെ ഓർമ്മകളെയും ചിന്തകളെയും വ്യക്തികളായും സംഭവങ്ങളായും കാണുന്ന രീതിയിലാണ് സിനിമ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയെ ഒരു പസിൽ പോലെ കണ്ട് ദൃശ്യങ്ങളിലൂടെ ചില കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാണികൾക്ക് ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. സിനിമയുടെ ഏറിയ പങ്കും ഒരു വീടിനുള്ളിൽ മാത്രം നടക്കുന്ന രീതിയിൽ ചിത്രീകരിച്ച വളരെ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമുള്ള ഒരു സിനിമയാണ് ലവ്. അതുകൊണ്ട് തന്നെ അഭിനേതാക്കളുടെ പ്രകടനവും മേക്കിങ്ങും വളരെ ഇമ്പോർട്ടന്റ് ആണ് സിനിമയ്ക്ക്. എഡിറ്റിംഗ് ആയാലും ക്യാമറ ആംഗിൾ ആയാലും പ്രൊഡക്ഷൻ ഡിസൈൻ ആയാലും സിനിമ മൊത്തം ഒരു വീടിനുള്ളിൽ തന്നെയാണല്ലോ എന്ന മടുപ്പ് ഒരു രീതിയിലും പ്രേക്ഷകരെ അനുഭവിപ്പിക്കാത്ത വിധം ഗംഭീരമായി തന്നെ മേക്കിംഗ് വന്നിട്ടുണ്ട്. വളരെ മികച്ച അഭിനയം തന്നെയാണ് മറ്റൊരു പോസിറ്റീവ്. ഒരു പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായി കാണിച്ചുകൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത്. തൊട്ടടുത്ത സീനിൽ ദീപ്തിക്ക് അൾട്രാസൗണ്ട് ചെക്കപ്പ് നടത്തുന്നതും ഡോക്ടർ അവൾ 2 മാസം പ്രഗ്നന്റ് ആണെന്ന് അറിയിക്കുന്നതും കാണിക്കുന്നു. തന്റെ പ്രഗ്നൻസിയിൽ അത്ര സന്തോഷം പ്രകടിപ്പിക്കാത്ത മറ്റെന്തൊക്കെയോ പ്രശ്നങ്ങൾ അലട്ടുന്ന ദീപ്തിയെയാണ് നമ്മൾ പ്രേക്ഷകർ കാണുന്നത്. അതേസമയം തന്റെ വീട്ടിൽ മദ്യപിച്ചു കൊണ്ടിരുന്ന് ഗെയിം കളിക്കുന്ന ദീപ്തിയുടെ ഭർത്താവ് അനൂപിന് ഹരിത അയക്കുന്ന ഒരു വാട്സാപ്പ് മെസ്സേജ് കിട്ടുന്നു. താൻ പ്രഗ്നന്റ് ആണെന്നാണ് ഹരിത പറയുന്നത്. തുടക്കത്തിൽ കാണിക്കുന്ന ഈ 2-3 സീനുകളിൽ നിന്ന് തന്നെ ക്യാരക്ടേഴ്സിനെ കുറിച്ചും സിറ്റുവേഷനെ കുറിച്ചും ഒരു ഏകദേശ ധാരണ പ്രേക്ഷകർക്ക് കിട്ടും. ഹരിതയുടെ ആ മെസ്സേജും അത് ഏൽപ്പിച്ച ഞെട്ടലും അതിനു മുൻപ് ആ ദമ്പതികളുടെ ജീവിതത്തിൽ നടന്ന പല കാര്യങ്ങളും അനൂപിന്റെ മനസ്സിലേക്ക് എത്തിക്കുന്നു. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരാളുടെ ചിന്തകൾ ഏതൊക്കെ തരത്തിൽ പോകുമെന്നും തന്റെ പ്രവൃത്തികളെ എങ്ങനെയൊക്കെ പ്രതിക്കൂട്ടിലാക്കാനും ന്യായീകരിക്കാനും ശ്രമിക്കുമെന്നും ധൈര്യവും പേടിയും തമ്മിൽ എങ്ങനെയൊക്കെ ഏറ്റുമുട്ടുമെന്നുമൊക്കെയാണ് പിന്നീട് സിനിമ കാണിക്കുന്നത്. അനൂപ് എന്ന വ്യക്തിയിലുള്ള സ്വയം ന്യായീകരിക്കുന്ന തന്റെ കുറ്റങ്ങളെ മറ്റൊരാളുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്ന സംശയരോഗിയായ അപകർഷതാബോധം പേറുന്ന അതിൻ്റെയൊക്കെ പേരിൽ ലോജിക്കലായി ചിന്തിക്കാൻ കഴിയാതെ ഇമ്പൾസീവായി പെരുമാറുന്ന ഇമോഷണലായ വ്യക്തിത്വമാണ് ഗോകുലൻ ചെയ്ത കഥാപാത്രത്തിലൂടെ കാണിക്കുന്നത്. കള്ളത്തരം കാണിക്കുന്ന, താൻ ചെയ്ത കാര്യങ്ങളിൽ ചിലതൊക്കെ മഹാ അബദ്ധങ്ങളാണെന്ന തിരിച്ചറിവുള്ള, എന്നാൽ അത് സമ്മതിക്കാനുള്ള ധൈര്യമില്ലാത്ത, തന്റെ പ്രശ്നങ്ങളുടെ കയ്പ് മറക്കാൻ ഒരു അവിഹിത ബന്ധത്തിലെ മധുരത്തിന് കഴിയുമെന്ന് കരുതുന്ന അനൂപിന്റെ തന്നെ മറ്റൊരു വ്യക്തിത്വമാണ് സുധി കോപ്പ ചെയ്ത കഥാപാത്രം. തന്റെ ഉള്ളിലെ ഈ 2 പ്രശ്നക്കാരെയും നന്നാക്കാൻ നോക്കി പരാജയപ്പെടുന്ന അനൂപിനെ സിനിമയിൽ പലയിടത്തും നമുക്ക് കാണാം. പലപ്പോഴും ആൺചിന്തകൾ സഞ്ചരിക്കുന്ന രീതിയും സ്വന്തം ചിന്തകളെ വരെ മാനിപ്പുലേറ്റ് ചെയ്തതിനു ശേഷം ഈ പെണ്ണുങ്ങളുടെ തോട്ട് പ്രോസസ് മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ് എന്ന് പറയുന്നതിലെ പൊള്ളത്തരവുമൊക്കെ നന്നായി തന്നെ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. തന്റെ തെറ്റുകളെ അക്സെപ്റ്റ് ചെയ്യാനോ തിരുത്താനോ തയ്യാറാകാത്ത, അതിന് കഴിയാത്ത ഒരു വ്യക്തിയുടെ മനസ്സ് പിന്നീട് ശ്രമിക്കുന്നത് തന്റെ ചെയ്തികളെ ന്യായീകരിക്കാനും താനല്ല തെറ്റ് ചെയ്തത് മറ്റേയാളാണ് എന്ന് സ്വന്തം മനസ്സിനെ തന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും ആയിരിക്കും. ദീപ്തി യഥാർത്ഥത്തിൽ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത് വരെയും അനൂപ് ചെയ്തുകൊണ്ടിരിക്കുന്നതും അതാണ്. ഒരുപക്ഷെ അതുവരെയും കാണിച്ച ആ വീടും അതിലെ ഓരോ മുറിയും അതിലേക്കുള്ള പോക്കും അനൂപിന്റെ തലച്ചോറും അവിടുത്തെ ചിന്തകളും ഒരു ചിന്തയിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള പോക്കുമൊക്കെയാണെന്നും കരുതാം. ഞാൻ അങ്ങനെ പറഞ്ഞാൽ അവൾ ഇങ്ങനെ പറയും, ഒടുവിൽ അടിയാകും, ഞാൻ അവളെ കൊന്നുപോകുമെന്ന അനൂപ് എപ്പോഴും കൊണ്ടു നടക്കുന്ന ആ ചിന്തയെ സിനിമ ഒടുക്കം പൊളിച്ചെഴുതുന്നുണ്ട്. തന്റെ പ്രശ്നങ്ങളിൽ നിന്നും ചിന്തകളിൽ നിന്നും ഒഴിഞ്ഞു മാറി രക്ഷപ്പെട്ടു പോകാൻ അനൂപ് 2 തവണ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് കഴിയുന്നില്ല. തന്റെ ഭാര്യയെ താൻ അറിയാതെ കൊന്നുപോയാൽ എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന് ചിന്തിച്ച് വിഷമിക്കുന്ന അനൂപിനും നമ്മളെപ്പോലെ തന്നെ ഒടുവിൽ സംഭവിക്കുന്ന ആ ട്വിസ്റ്റ് ഒരു സർപ്രൈസ് ആയിരിക്കും. വളരെ സ്വാഭാവികമായ സംഭാഷണങ്ങളാണ് സിനിമയിലുള്ളതെങ്കിലും കഥയെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ ഗോകുലന്റെ ചില സംഭാഷണങ്ങളൊക്കെ ഒരു വ്യക്തി എന്നതിനേക്കാൾ ഒരു തോട്ട് എന്ന രീതിയിലാക്കാൻ ഇത്തിരി അസ്വാഭാവികമാക്കിയതും നന്നായിരുന്നു. ആത്മഹത്യയെ പറ്റി പറയുന്നിടത്തും നിനക്ക് പെഗ്ഗൊഴിക്കട്ടെ എന്ന് ചോദിക്കുന്നിടത്തും അവർ മൂവരും തമ്മിലുള്ള സംഭാഷണത്തിനിടയ്ക്കും വീണയുടെ കഥാപാത്രം വരുന്നിടത്തും മറ്റുള്ളവരെ കോൾ ചെയ്യുന്നിടത്തും അച്ഛൻ കഥാപാത്രവുമായുള്ള സംസാരം കാണിക്കുന്നിടത്തുമൊക്കെ എന്താണ് സംഭവിക്കുന്നത് എന്ന് കാണിക്കുന്നതിനുള്ള ഹിന്റുകൾ ഇട്ട രീതിയൊക്കെ നന്നായിരുന്നു. പ്രണയത്തിന്റെ സിമ്പൽ പോലുള്ള ഒന്നിച്ചു ചേർന്നെടുത്ത ഫോട്ടോ ഫ്രെയിമിലേക്ക് തന്നെ ഭാര്യയുടെ തല പൊട്ടി ചോരയാകുന്നതും യൂട്യൂബിൽ ബോഡി ഡിസ്പോസലിനെ കുറിച്ച് സെർച്ച് ചെയ്യുന്നതുമൊക്കെ കൊള്ളാമായിരുന്നു. കുറച്ച് ഫോട്ടോസും ഒരു അടിപിടി രംഗവും ഒരു ചെറിയ പ്രണയരംഗവും മാത്രം കാണിച്ച് അവരുടെ ദാമ്പത്യം എങ്ങനെയായിരുന്നു ഇപ്പോൾ എങ്ങനെയാണ് എന്നും വളരെ വ്യക്തമായി കാണിച്ചു തന്നത് സംവിധായകന്റെ മിടുക്ക് തന്നെയാണ്. അവസാനം കാണിച്ച ആ പോലീസ് സീനും ട്വിസ്റ്റും മികച്ചൊരു തോട്ടാണെങ്കിലും വളരെ അബ്രപ്റ്റായി കാണിച്ചതുപോലെ തോന്നി. ചുരുക്കത്തിൽ ചെയ്യുന്ന തെറ്റുകളെ സ്വയം ന്യായീകരിക്കുന്നതിന് വേണ്ടി സ്വന്തം ചിന്തകളെ വരെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന സങ്കീർണമായ മനുഷ്യ സ്വഭാവത്തെ വേറിട്ട രീതിയിൽ കാണിച്ചു തരുന്ന മികച്ചൊരു എക്സ്പെരിമെന്റൽ സിനിമയാണ് ലവ്. ഒരു പക്ഷേ സൂപ്പർ താരങ്ങൾ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ സിനിമ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടേനെ. എന്താണ് ലവ് എന്ന സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.